ആ തുടർ ഭരണം ഇല്ലാതാക്കി. എനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയം വളരെ നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ 3 ഇൻസിഡൻസും, ശ്രീ കരുണാകരനെ രാജിവെപ്പിച്ചതും, ശ്രീ ആൻ്റണിയെ രാജിവെപ്പിച്ചതും, ശ്രീ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചതിലും ഒരേപോലെ പങ്കുള്ള ഒന്ന് രണ്ട് പേരുണ്ട്, 2-3 പേരുണ്ട്. അതിലൊന്ന് ഈ ശ്രീ പി ജെ കുര്യനാണ്. അതുപോലെ ശ്രീ പി ജെ കുര്യൻ 2012 പിന്നെ മറ്റു കാര്യങ്ങൾ, ഞാൻ 2007 തൊട്ട് 2013 വരെ അമേരിക്കയിലാണ്. ഞാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ ബേ ഏരിയയിൽ പഠിക്കുക, അവിടെ വർക്ക് ചെയ്യുന്നൊരു സിസ്കോ, ഇൻ്റൽ, അതുപോലെ പല സിസ്കോ, ഇൻ്റൽ, ഒരു 4G ചിപ്പ് ഡിസൈൻ ഫേം, ഇവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. 2012 സമയത്ത് ആ സമയത്തൊക്കെയാണ് ഞാൻ ഒരു വെക്കേഷൻ പോലൊരു സമയത്ത് വന്നൊരു സമയത്ത് ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിരുന്നപ്പോൾ ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ടു. ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ പി ജെ കുര്യനാണ്. അദ്ദേഹം ഞാനുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ ഇരുന്ന് ഞാൻ പറയുന്നു, കുര്യൻ സാർ ഇത് ഡിനൈ ചെയ്യട്ടെ, അവിടെ ഇരുന്ന്, ഇപ്പോൾ ഓർമ്മയില്ലെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ നല്ല ഓർമ്മ കാണും. കാര്യം ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ പി ജെ കുര്യനാണ്. നന്ദകുമാർ എന്നെ വന്ന് കണ്ടു. അവിടെ വെച്ച് ശ്രീ പി ജെ കുര്യനെ ഇദ്ദേഹം വിളിച്ചു തന്നു. കുര്യൻ സാറിൻ്റെ ആളാണെന്നും പറഞ്ഞാണ് എന്നെ പരിചയപ്പെട്ടത് ഈ നന്ദകുമാർ. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണാനൊക്കെ തുടങ്ങി. ഞാൻ കുര്യൻ സാറിൻ്റെ ആളാണെന്ന് വിചാരിച്ച് ഞാൻ ആ 4-5 ആഴ്ചക്കിടയിൽ 4-5 പ്രാവശ്യം ഇദ്ദേഹത്തെ കണ്ടു. പക്ഷെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഏതെങ്കിലും ഒരു ജഡ്ജിനെ അവിടെ പോസ്റ്റ് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു, ദയവേത് എൻ്റെ അടുത്ത് ഇതും കൊണ്ട് വരരുത്, ഇതും പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തൊരു വ്യക്തിയാണത്. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണത്. അല്ലാതെ ഇയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ 10 വർഷം കഴിഞ്ഞ് ഞാൻ മറ്റൊരുപാട് കാര്യങ്ങൾ എനിക്ക് കുറച്ച് മാന്യതയുള്ള കാരണം മാത്രം ഞാൻ പറയാത്തതാണ്. കുര്യൻ സാറിനൊരു കേസ് ഉണ്ടായിരുന്നു, വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ് ഇത്. പിന്നെ പലരും എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് ഈ നന്ദകുമാറാണ്. ഇത് ഞാനിന്ന് എൻ്റെ മാന്യത കാരണം ഞാൻ ആ നിലവാരത്തിലേക്ക് പോകുന്നില്ല. വേറൊരു അവസരം വന്നാൽ ഞാനത് വ്യക്തമായി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. ഞാൻ ഇന്നൊന്നും പറയുന്നില്ല. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാനെല്ലാം തരാം. പിന്നെ ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 5 ആഴ്ചയിൽ ഒരുപാട് മുന്നേറി, ഞാനിവിടെ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കുര്യൻ സാർ ഈ പത്തനംതിട്ട ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് മുമ്പ്, റീഅറേഞ്ച്മെൻറ്റിന് മുമ്പ് ഈ ഏരിയയിലെ MP ഒക്കെ ആയിരുന്നൊരു വ്യക്തിയാണ്. 5-6 പ്രാവശ്യം ജയിച്ചൊരു വ്യക്തിയാണ്. ഈ ആൻ്റവാനി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിൻ്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറുകെട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ പി ജെ കുര്യൻ. ഇന്നലെ രാവിലെ 84 വയസ്സായ എൻ്റെ പിതാവ്, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് 52 വർഷം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം, ഇതൊക്കെ നേരത്തെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരും പ്ലാൻ ചെയ്തതാണ്. പണ്ട് ശ്രീ കെ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ AK ആൻ്റണിയെ ചതിക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അതായത് AK ആൻ്റണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജോവധം ചെയ്യാൻ, വെറുതെ അടിസ്ഥാനരഹിതമായ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു. ഇന്നലെ ഞാൻ പറയാത്ത എൻ്റെ മര്യാദ കൊണ്ടാണ്. പക്ഷേ ഇന്ന് കുര്യൻ സാർ എന്നെ നേരിട്ട് ഇറങ്ങിയത് കാരണം ഇതൊക്കെ ഇന്ന് പറയാനുള്ളൊരു സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് ഇന്ന് ഇതേപോലത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുന്നു. ഇനി മറ്റ് ചില കാര്യങ്ങളും കൂടെ പറയാം. കുര്യൻ സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആൻ്റണി, ഇപ്പോൾ അനിൽ ആൻ്റണി ഇവരെ പോലെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ഈ ആൻ്റണി എന്ന് പറഞ്ഞ ഈ വ്യക്തി കുര്യൻ സാറിൻ്റെ ശിഷ്യനാണ്. പക്ഷേ ഇപ്പോൾ അനിൽ ആൻ്റണിക്ക് ഈ നെറുകെട്ടവർ കാണിക്കുന്നത് പോലെ നോൺ ക്രിമിനലായ ഒരാളെ കൊണ്ട് വ്യാജവാർത്ത ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് വ്യാജമാണ്, ഇങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇത് അനിൽ ആൻ്റണിയെയും AK ആൻ്റണിയെയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ പി ജെ കുര്യനും ഇദ്ദേഹത്തിൻ്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാനിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയായിരുന്നു ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇപ്പം ഞാൻ ഇവർ പറയുന്ന പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്നൊരു വ്യക്തിയല്ല. ഞാൻ വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം പറയുന്നൊരു വ്യക്തിയാണ് ഈ ആൻ്റണി. ഞാൻ പറഞ്ഞു, ഈ ആൻ്റണി അദ്ദേഹം 3 ആഴ്ചകൾക്ക് മുമ്പ് തോക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ പോലും വെള്ളപൂശാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഒരു മുൻ ഡിഫൻസ് മിനിസ്റ്റർ, ഒരു മുൻ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നത് വളരെ മോശമായൊരു കാര്യമായിപ്പോയി. പക്ഷേ ഈ ആൻ്റണിയെക്കുറിച്ച് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബാങ്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകളെക്കുറിച്ച്, ബാങ്ക് കൊള്ളകളെക്കുറിച്ച് പറയുന്നുണ്ട്. കരിവണ്ണൂർ ബാങ്കിൻ്റെ കൊള്ളയെക്കുറിച്ച് പറയുന്നു, കണ്ടല സഹകരണ ബാങ്കിലെ കൊള്ളയെക്കുറിച്ച് പറയുന്നു. ഇതുപോലെ നിരവധി ബാങ്ക് ഇവിടെ LDFും UDFിലെയും പല നേതാക്കൾ അവർ കൊള്ള നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്.
അതുപോലെ ഈ പത്തനംതിട്ടയിലുമുണ്ട് നിരവധി കേസുകളുണ്ട്. ഇപ്പോൾ മേലിക്കാവ്, ഈ മേലിക്കാവ് ബാങ്കിൽ ആൻ്റോ ആൻ്റണിയുടെ സഹോദരൻ 12 കോടിയാണ് 69 പേരുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തി അദ്ദേഹം 12 കോടി ആ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ബാങ്ക് മൂന്നിലാവ് ബാങ്ക്, അവിടെ നിന്ന് 2 കോടി. ഇതുപോലെ മറ്റ് തീക്കോയിലെ ഒരു ബാങ്ക്, ഇങ്ങനെ 4 ബാങ്കുകളിലായിട്ട് ശ്രീ ആൻ്റോ ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് കണ്ടലയും അതുപോലെ തന്നെ കണ്ടലയും മറ്റേ കരിവണ്ണൂരുമൊക്കെ പോലെ ഇതുവരെ ഇത് അങ്ങാടിയിൽ പാട്ടാക്കാത്തത് ഈ ആൻ്റോ ആൻ്റണിയെയും പി ജെ കുര്യനെ പോലെ ഉള്ളവർ ഇവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണമാണ്. പക്ഷേ അനിൽ ആൻ്റണിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമൊന്നുമില്ല. ഈ പറയുന്ന മേലിക്കാവ് മേലിക്കാവ് അത് 12 കോടി തട്ടിച്ചതിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിലേക്ക് ഇപ്പം ഇവർ പറയുന്ന പോലെ എനിക്കെതിരെ NIA കേസോ ആ കേസോ ഈ കേസോ ഒന്നുമില്ല. എനിക്കെതിരെ ആകപ്പാടെ ഉള്ളൊരു ഒരേ ഒരു കേസ് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹമാസിലെ ചില തീവ്രവാദികൾ, ഒരു ഹമാസ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി സംഘടനയിലെ ഒരാൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ വെർച്വലി അതിനെതിരെ ഞാൻ പ്രതികരിച്ചു, അതിന് എനിക്കെതിരെ കേസ് വന്നു. അല്ലാതെ UPA സമയത്തോ NDA സമയത്തോ കഴിഞ്ഞ 20 വർഷമായിട്ട് 38 വയസ്സുള്ള ഞാനൊരു സ്റ്റാൻഫോർഡ് ബിരുദധാരി, ഞാൻ ഗ്ലോബലി എൻ്റെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലത്തെ തറപരിപാടികൾ പോകേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. അതുപോലെ എനിക്കെതിരെ ലോകത്ത് ഒരിടത്തും ഒരു കേസുമില്ല. ഇവർ പറയുന്നത് പോലെ NIA അന്വേഷണവും CIA അന്വേഷണവും ഒന്നും എനിക്കെതിരെ ഇല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, ഈ ആൻ്റോ ആൻ്റണിയും കുടുംബവും ഈ മേലികാവിലെ 12 കോടി തട്ടിപ്പിന് ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലുള്ളവരാണ്. അത് ആരൊക്കെയോ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് 3 ബാങ്കുകളുമുണ്ട്. ഇന്ന് ഞാനിവിടെ വിജയിക്കുമെന്ന് കണ്ടത് കാരണം ഈ തട്ടിപ്പുകാരനായ ആൻ്റോ ആൻ്റണി, ഈ രാജ്യത്തെ തന്നെ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച ശ്രീ ആൻ്റോ ആൻ്റണി, അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ പി ജെ കുര്യൻ, ശ്രീ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയെയും ശ്രീ AK ആൻ്റണിയെയും ഒരിക്കലും ചതിച്ച, ഇന്നലെ ശ്രീ AK ആൻ്റണിയെ ഒരിക്കലും കൂടെ ചതിക്കാൻ ശ്രമിച്ച പി ജെ കുര്യനും കൂടെ ചേർന്ന് ഈ പി ജെ കുര്യൻ്റെ ഒരു കേസ് സെറ്റിൽ ചെയ്യാൻ സഹായിച്ച ഈ നന്ദകുമാർ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ അനുയായിയോട് കൂടി ഇന്ന് ചെയ്യുന്ന, ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് പറയില്ല, ബാക്കി പി ജെ കുര്യൻ പറയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. അതെല്ലാം തെറ്റാണ്. അങ്ങനെ ഇതെല്ലാം തെറ്റാണ്. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല, ഇതെല്ലാം തെറ്റാണ്. ഇതെല്ലാം കുര്യൻ സാറിന്റെ മിഥ്യയാണ്. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ക്രിമിനലായ നന്ദകുമാറും ഈ തട്ടിപ്പുകാരനായ 5 വർഷമല്ലല്ലോ, 5-10 ഞാൻ പറഞ്ഞല്ലോ. അതാ ഞാൻ ഈ നന്ദകുമാറിനെ 2013 കഴിഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 5 വർഷം കഴിഞ്ഞ് നടക്കുന്നത്? 2012-ലും 2013-ലും ഞാൻ ആകെപ്പാടെ കണ്ടിട്ടുള്ള ചില അവസരങ്ങൾ പി ജെ കുര്യൻ വഴിയാണ്. ഈ 2 പേരും പറയുന്നതാണോ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത്? ഹോണ്ട സിറ്റി കാർ ഞാൻ ഇയാൾ പറയുന്നതിന് കാരണം, ഞാൻ ഇന്ന് എൻ്റെ അസറ്റ് എല്ലാം ഡിക്ലെയർ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു കാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇയാൾ വരുന്നത്. ഇതൊക്കെ വെറുതെ കെട്ടിച്ചുമന്ന് വെക്കുന്ന ഓരോ നുണകളാണ്. ഇല്ല, പി ജെ കുര്യൻ കള്ളം പറയുകയാണ്. പി ജെ കുര്യനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും, നന്ദകുമാറിനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ഈ കള്ളന്മാർ പറയുന്നത് കേട്ട് എൻ്റെ അടുത്ത് വരുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ എന്തിനാണ് ശ്രീ പി ജെ കുര്യൻ കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും AK ആൻ്റണിയെയും സ്വന്തം കുടുംബം പോലെ കൊണ്ടുകിടന്ന AK ആൻ്റണിനെ എന്തിന് പി ജെ കുര്യൻ 2004-ൽ ചതിച്ചു? ഇന്നലെ ചതിക്കാനല്ലേ നോക്കിയത്. ഇന്നലെ രാവിലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ തന്നെ ഇതെല്ലാം പ്ലാൻഡായിരുന്നു. അത് കഴിഞ്ഞ് AK ആൻ്റണിയുടെ പേരും കൊണ്ട് വരുന്നത് എന്തിനാണ്? ഇതെല്ലാം പി ജെ കുര്യനോട് പോയി ചോദിക്കണം. ശ്രീ കെ കരുണാകരൻ, ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ AK ആൻ്റണിയും 3 പേരും കോൺഗ്രസ്സുകാരാൽ ചതിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. അത് ചരിത്രമാണ്. പി ജെ കുര്യൻ, ഞാനിന്ന് ഇവരെ കുറിച്ച് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അവർ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ക്യാമ്പയിനിങ്ങിൻ്റെ നടുക്കാണ്. എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നതാണ്. ഞാൻ ഇലക്ഷൻ കഴിയുമ്പോൾ അത് ചെയ്യും. കാര്യം അടുത്ത 15 ദിവസം ഞാൻ ക്യാമ്പയിനിങ്ങിലാണ്. ഇവർ എൻ്റെ ക്യാമ്പയിൻ, ഞാനിവിടെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇവരെന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് കാരണമാണത്. നിങ്ങളുടെ ഈ പ്രൊപ്പഗാൻഡയിലും ഈ അജണ്ടയിലും അനിൽ ആൻ്റണി വീടില്ല. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞല്ലോ, ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഞാൻ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. നിരവധി CBI കേസിൽ പ്രതിയാണ്.
അതുപോലെ സ്വന്തം കുടുംബത്തിൽ നിന്നൊരു വിഗ്രഹം മൂട്ടിച്ചതിന് ജയിലിൽ പോയൊരു വ്യക്തിയാണ്. ഇതുപോലെ ഒരു ആൻറ്റി സോഷ്യൽ ന്യൂസൻസ് പറയുന്നത് കേട്ടാണോ നിങ്ങൾ എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു വരുന്നത്? അതുപോലെ ശ്രീ പി ജെ കുര്യൻ, ഇവരുടെയൊക്കെ പാസ്റ്റ് ഹിസ്റ്ററി വളരെ വ്യക്തമാണ്. അതുപോലെ ഞാനിന്ന് ശ്രീ ആൻ്റോ ആൻ്റണിയെക്കുറിച്ച് വളരെ വ്യക്തമായി 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മൈക്കും പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാൻ ധൈര്യമുണ്ടോ? ഇല്ല. കാര്യം ഞാൻ പറഞ്ഞു 4 ബാങ്കുകൾ, മേലികാവ്, അതുപോലെ 4 എണ്ണം, 4 10-16 കോടി ഇദ്ദേഹത്തിൻ്റെ അനിയനുമായിട്ട് ബ്രദറുമായിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. അതിന് ഇദ്ദേഹത്തിനെതിരെ നിരവധി ആൾക്കാർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ പോലും കംപ്ലയിൻ്റ് ഉണ്ട്. നിങ്ങൾ അവരുമായിട്ടത് ചോദിക്കൂ. ഈ തട്ടിപ്പുകാരെല്ലാം ഞാനിവിടെ മുന്നേറുന്നു കാണുമ്പോൾ, ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളിന്ന് കാണിക്കുന്നത്, നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം ഇവിടെ BJP ജയിക്കാൻ പോവുകയാണ്. ഇത് തടയാൻ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാൽ ഒരു കാര്യവുമില്ല. ഇപ്രാവശ്യം അനിലാന്റണി അതെ ഇത് പി ജെ കുര്യനും നന്ദകുമാറും ശ്രീ കെ കരുണാകരനെയും ശ്രീ AK ആന്റണിയെയും ശ്രീ ഉമ്മൻചാണ്ടിയെയും ചതിച്ച പി ജെ കുര്യൻ. ആ പി ജെ കുര്യൻ ഇന്നലെ AK ആന്റണിയെ ഒരിക്കലും കൂടെ ചതിക്കാനാണ് ശ്രമിച്ചത്. ആ പ്രസ് കോൺഫറൻസ് നടത്തി കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഈ പി ജെ കുര്യൻ്റെ ഒരു കേസ് ഒത്തുതീർപ്പാക്കിയ നന്ദകുമാറും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണിത്. നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമല്ലേ. അതിൻ്റെ ഞാനൊരു കാര്യം ഇന്ന് ഞാൻ ആൻ്റോ ആൻ്റണിയെക്കുറിച്ച് 4 സഹകരണ ബാങ്കുകൾ മൂട്ടിച്ച ആൻ്റോ ആൻ്റണിയെ തകർത്ത ആൻ്റോ ആൻ്റണിയും ബ്രദറിനെ കുറിച്ച് ഞാനിന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവുള്ളത് കാരണമാണ്. ഇതുപോലെ പി ജെ കുര്യനെതിരെ ഞാൻ തെളിവുമായിട്ട് ഞാൻ വരും. 2-3 തെളിവ് കിട്ടുമ്പോൾ പറയും. ആരോപണം കോൺഗ്രസിന്റെ ഗൂഢാലോചനയെന്നാണ് അനിൽ കെ ആന്റണി ഇപ്പോൾ പറഞ്ഞത്. പി ജെ കുര്യനെതിരായ കേസ് ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ചതിച്ച പി ജെ കുര്യൻ ഇപ്പോൾ തന്നെയും തൻ്റെ പിതാവിനെയും ഒരുപോലെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. TG നന്ദകുമാറിൻ്റേത് അനാവശ്യ ആരോപണമെന്നാണ് അനിൽ കെ ആന്റണി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രവുമല്ല 2 ദിവസങ്ങൾക്കകം പി ജെ കുര്യനെതിരായ തെളിവുകളുമായി താൻ മുന്നോട്ട് വരുമെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത് ശ്രീജിത്താണ്. ശ്രീജിത്ത്, ഇപ്പോൾ അനിൽ കെ ആന്റണി ചില പരാമർശങ്ങൾ നടത്തി തന്നെയും തൻ്റെ പിതാവിനെയും ഒരുപോലെ ചതിക്കുകയായിരുന്നു ഇന്നലെ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പി ജെ കുര്യനെതിരായ ചില തെളിവുകളുമായി 2 ദിവസങ്ങൾക്കകം വീണ്ടും വരും എന്ന പരാമർശവും ഉണ്ടല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, അത്തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് അനിൽ ആന്റണി ഒരു സ്വീകരണ പരിപാടിക്കിടെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ആ സ്വീകരണ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അനിൽ ആന്റണി ഈ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. താൻ അത്തരത്തിലൊരു പണം വാങ്ങിയിട്ടില്ല. TG നന്ദകുമാറിനെ തനിക്ക് പരിചയപ്പെടുത്തിയത് പി ജെ കുര്യനാണ്. പി ജെ കുര്യന്റെ ഒരു പ്രധാനപ്പെട്ട കേസ് സെറ്റിൽമെന്റ് ചെയ്തു കൊടുത്തത് TG നന്ദകുമാറാണ്. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. തന്നെ അവിടെ വെച്ച് കാണാൻ വേണ്ടി നിർബന്ധിച്ചത് പി ജെ കുര്യനാണ് എന്നാണ് പറഞ്ഞത്. രാവിലെ പി ജെ കുര്യൻ ഈ ആക്ഷേപങ്ങൾ പൂർണ്ണമായി തള്ളിയിരുന്നു. പക്ഷേ ഒരു സ്ഥിരീകരണം പി ജെ കുര്യന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അനിൽ ആന്റണി ഇത്തരത്തിൽ പണം നൽകാനുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ പി ജെ കുര്യൻ അറിഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ് അനിൽ ആന്റണി. അതുകൂടാതെ ആൻ്റോ ആന്റണിക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇനി ആൻ്റോ ആന്റണിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ തേടേണ്ടതുണ്ട്. ശ്രീജിത്ത്, അത് തന്നെയാണ്. ഇത് മാത്രമല്ല, പി ജെ കുര്യനെതിരായ ചില തെളിവുകൾ കൊണ്ടുവരും, പഴയ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, പഴയ ചില കേസുകൾ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ കരുവന്നൂർ പോലെ ഒരു 4 സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തിയതിൽ ആൻ്റോ ആന്റണിക്ക് പങ്കുണ്ടെന്നും പറയുന്നുണ്ടല്ലോ അനിൽ കെ ആന്റണി. അതെ, കരുവന്നൂർ തട്ടിപ്പിന്റെ മാതൃകയിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അത് മേലുകാവ് ബാങ്കിലാണ്. അത്തരത്തിലുള്ള ബാങ്കുകളിലൊക്കെ തന്നെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അനിൽ ആന്റണി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രചാരണം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നാളെ തെളിവുകൾ പുറത്തുവിടുമെന്ന് അനിൽ ആന്റണി ഇപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. നാളെ ഈ പി ജെ കുര്യനും അതുപോലെ തന്നെ ആൻ്റോ ആന്റണിയും എന്തു പറയുന്നു, അതിനുശേഷം തെളിവുകളെല്ലാം തന്നെ പുറത്തുവിടുമെന്നാണ് അനിൽ ആന്റണി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളുന്നു. TG നന്ദകുമാറിനെ തനിക്ക് പരിചയപ്പെടുത്തിയത് ഇത്തരത്തിൽ പി ജെ കുര്യനാണ് ഇയാളുമായി സംസാരിക്കാൻ ആ ഒരു ഘട്ടത്തിൽ ഇടനിലനിന്നത്.
ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ താൻ അത് പൂർണ്ണമായി നിരസിച്ചു. അത് തൻ്റെ പണിയല്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. അതിന് മുഴുവൻ PJ കുര്യൻ സാക്ഷിയാണ്. എന്നിട്ടും കൃത്യമായ രീതിയിൽ തൻ്റെ പിതാവിനെ കൊണ്ട് പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. അതും ഏൽക്കാത്തത് കൊണ്ട് കൃത്യമായ രീതിയിൽ അയാൾക്ക് ഏറ്റവും അടുപ്പമുള്ള PJ കുര്യൻ ഏറ്റവും അടുപ്പമുള്ള TG നന്ദകുമാറിനെ കൊണ്ട് കൃത്യമായ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയാണ് എന്നാണ് പറയുന്നത്. തനിക്കെതിരായ ആരോപണങ്ങൾ തള്ളുകയാണ് അനിൽ ആന്റണി. നാളെ തന്നെ PJ കുര്യനെതിരായ തെളിവുകൾ ഹാജരാക്കും. ഇത് കോൺഗ്രസിന്റെ ഒരു കൃത്യമായ ഗൂഢാലോചനയാണ്. തെരഞ്ഞെടുപ്പിൽ നിന്ന്, ക്യാമ്പയിനിൽ നിന്ന് തന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നാണ് അനിൽ കെ ആന്റണി പറഞ്ഞത്. വാർത്തകൾ തുടരുന്നു. മാസപ്പടി കേസിൽ CMRLന് ED സമൻസ്. CMRLന്റെ പ്രതിനിധി നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണം. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, സുപ്രധാനമായ ഒരു നീക്കമാണ്. വിശദാംശങ്ങൾ. മാസപ്പടി കേസിൽ CMRLന് EDയുടെ സമൻസ് എത്തിയിരിക്കുകയാണ്. CMRLന്റെ പ്രതിനിധി നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് ട്രെയിൻ ഇടിച്ച് കാലിന് ഗുരുതരമായി പരിക്കേറ്റ കാട്ടാന സമീപത്തെ റോഡരികിൽ നിലയുറപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം തുടരുകയാണ്. ആനയ്ക്ക് വെള്ളമടക്കം എത്തിക്കും. വെറ്ററിനറി സർജൻ എത്തിയ ശേഷം തുടർ നടപടിയെന്ന് DFO ജോസഫ് തോമസ് 24നോട് പറഞ്ഞു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 3 മണിയോടുകൂടി കോട്ടേക്കാട് മേഖലയിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഈ റെയിൽപാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ചു പരിക്കേറ്റ ആനയാണിപ്പോൾ മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ ഈ റോഡ് കടന്ന് ഇപ്പുറത്ത് ആ വനമേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ആനയുടെ കാലിന് പരിക്കേറ്റതായാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ആനയ്ക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് വെറ്ററിനറി സർജൻ അടക്കം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം എത്തിച്ചേരും എന്നുള്ളതാണ് പാലക്കാട് DFO അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ. ഈ പ്രഥമ ദൃഷ്ട്യാ കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഈ ആനയിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും പരിക്ക് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വെറ്ററിനറി സർജൻ എത്തിയ ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും ആന എപ്പോഴും ഈ റോഡിനോട് ചേർന്ന് തന്നെ നില ഉറപ്പിക്കുകയാണ്, അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരുപാട് അധികം സമയമായി അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാനിപ്പോഴുള്ള ഈ റോഡ് മറികടന്നുകൊണ്ടാണ് ഇപ്പുറത്തേക്ക് ആന എത്തിച്ചേർന്നത്. ഈ അപകടം പറ്റിയ ഉടനെ തന്നെ വനമേഖലയിലേക്ക് കടന്ന ആന ഏറെ ദൂരം നടന്നാണ് ഇപ്പോൾ ഈ റോഡ് മുറിച്ചു കടന്ന് ഈ മലമ്പുഴ കഞ്ചിക്കോട് റോഡും മുറിച്ചു കടന്ന് ഇപ്പുറത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും വെറ്ററിനറി സർജൻ അല്പസമയത്തിനകം എത്തും. അതെ, വെറ്ററിനറി സർജൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചികിത്സയൊക്കെ നമ്മൾ മാറ്റേണ്ടുന്ന സാധ്യത ഉണ്ടാവും. അല്ല, അത് നമ്മൾ ഡോക്ടർ വന്നിട്ട് പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് അത് പറയാൻ പറ്റില്ലല്ലോ. അതിനുശേഷമായിരിക്കും കൂടുതൽ ആരോഗ്യ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പാലക്കാട് DFO അറിയിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഈ ആനയ്ക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം ജില്ലയിലെ ചൂട് വളരെയധികം ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് അപകടം കൂടി പറ്റിയ പശ്ചാത്തലത്തിൽ എത്രയും വേഗത്തിൽ ഈ ആനയ്ക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന നൽകുന്നത് എന്നുള്ളതാണ് DFO പറയുന്നത്. അതിൻ്റെ കാലിന് നന്നായി പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് നടക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും. കാലിന് പരിക്കേറ്റതിനാൽ തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ വെറ്ററിനറി സർജൻ എത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ കൂടുതൽ ആരോഗ്യ കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഏറ്റവും ആദ്യം ഇതിന് വെള്ളം നൽകുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന വനംവകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാനിറങ്ങിയ 5 പേർ ശ്വാസം മുട്ടി മരിച്ചു. അഹമ്മദ്നഗറിലാണ് ദാരുണ സംഭവം. ഒരാൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, അതിദാരുണമായ ഒരു സംഭവം, വിശദാംശങ്ങൾ. കൃഷിന ഇന്നലെ വൈകിട്ട് 3:30യോടെയാണ് അഹമ്മദ്നഗറിലെ വഡ്കി ഗ്രാമത്തിൽ നാടിന് നടുക്കി ഈ ദുരന്തമുണ്ടായത്. ഉപേക്ഷിക്കപ്പെട്ട ഒരു കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ സമീപത്ത് തന്നെ താമസിക്കുന്ന കർഷകർ ഇറങ്ങുകയായിരുന്നു. ബന്ധുക്കളായ 6 പേരാണ് പൂച്ചയെ പുറത്തിറക്കാനായി കിണറ്റിൽ ഇറങ്ങിയത്. ഏറെ നാളുകളായി ചാണകവും മറ്റ് അവശിഷ്ടങ്ങളും കിണറ്റിൽ നിക്ഷേപിച്ചിരുന്നു. അതുകൊണ്ട് ബയോഗ്യാസ് നിറഞ്ഞു നിന്ന ഈ കിണറ്റിലേക്കാണ് 6 പേരും ഇറങ്ങിയത്. വിഷവാതകം ശ്വസിച്ച് ഓരോരുത്തരായി കുഴഞ്ഞു വീഴുകയായിരുന്നു. അരയിൽ കയർ കെട്ടി ഇറങ്ങിയ ഒരാളുണ്ടായിരുന്നു. അയാളെ മാത്രമാണ് ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. ഇന്ന് പുലർച്ചെയോടെയാണ് മൃതദേഹങ്ങളെല്ലാം തന്നെ പുറത്ത് എടുത്തത്. മാണിക്കാലെ അദ്ദേഹത്തിന്റെ മകൻ സന്ദീപ്, അനിൽ കാലെ അദ്ദേഹത്തിന്റെ മകൻ ബബ്ലു, ബാലാസാഹിബ് ഗേഗ്വാദ് എന്നിങ്ങനെയാണ് മരിച്ചവരുടെ പേരുകൾ. ശരി, മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.